നിങ്ങളൊക്കെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, നിനക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഒരു എരണം കെട്ടവനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നാനുള്ള കാരണം? എടാ, അതായത് നമ്മൾ ഈ കല്യാണത്തിന് സദ്യക്ക് തിന്നായിരിക്കൂലേ, അപ്പൊ അതുവരെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ചോറ് എന്റെ അടുത്ത് എത്തുമ്പോ തീരും, അതുവരെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്റെ അടുത്ത് എത്തുമ്പോ തീരും. തോരൻ തീരുവോ? തോരനും തീരും. ഈയിടെ ഒരു കല്യാണത്തിന് പോയപ്പോ ചോറ് മുതൽ പായസം വരെ എന്റെ അടുത്ത് എത്തുമ്പോ തീർന്നു. കോമഡി എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കൈ ഇറങ്ങിയപ്പോ വെള്ളവും തീർന്നു. ഓ, അതുപോലെ നമ്മൾ കാറ്ററിംഗ് വർക്കിന് പോലെ ഞാൻ അടിപൊളി വർക്കാണ്, ടപ്പേന്നൊക്കെ ഇഞ്ചി കുത്തി പോകും. പക്ഷെ മോലാളി ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞാൻ കറി വാരി നെഞ്ചത്തടിച്ചു കൊടുക്കും, വെള്ളം കോരി കമച്ചു കൊടുക്കും, ചോറ് വാരി മടിയിട്ട് കളയും. അങ്ങനെയാണ് ഞാൻ സൂപ്പർ ഡ്രൈവർ അല്ലേ? ഇവിടെയൊക്കെ ഞാൻ വളച്ചടിക്കണമെങ്കിൽ ആരെങ്കിലും വളച്ചടിക്കൂ. പക്ഷെ ആരെങ്കിലും കൈ കാണിച്ച് അപ്പുറത്തൊന്ന് ആക്കി തരാൻ പറഞ്ഞ് കയറിയാലേ എന്റെ കൈയൊക്കെ അങ്ങ് ഇറക്കി ഗിയർ മാറി പിടിച്ച് ആക്സിലേറ്ററും ക്ലച്ച് ഞാൻ മാറ്റി ചവിട്ടും. ആക്സിലേറ്ററും ക്ലച്ചും ഓക്കെ, ഈ ഗിയർ മാറി പിടിക്കും. അതായത് ഗിയർ കുരുങ്ങി പോകുന്നു. ചിലപ്പോ ഞാൻ കൊക്കയെ കൊണ്ട് മറിച്ചെന്നും ഇരിക്കും. ഈ ആൾക്കാർ കൂടിയിരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുമ്പോഴേ ഞാൻ നടക്കാൻ പറഞ്ഞുകൂടാ, ചിലപ്പോ ഞാൻ ഞൊണ്ടിയൊക്കെ നടന്നളായി. നീ അതല്ലേ ചെയ്യും? ഞാൻ ഇല്ലാത്ത കാമുകയെ വിളിച്ച് നടക്കും. ഒരാൾ വന്നിട്ട് ഉടുപ്പ് കൊള്ളാം, ചെരുപ്പ് കൊള്ളാം, മുടി ഒറ്റേ കൊള്ളാന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഒരു ബന്ധുവില്ലാതെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞോളെ. പക്ഷെ എനിക്കൊരു പ്രത്യേകത ഉണ്ടടേ. അതെന്തേ? ഇന്നേ വരെ ഞാൻ പഠിച്ച ക്ലാസ്സിലൊന്നും എന്റെ പേരുള്ള വേറെ തന്നെ ഇല്ല. എന്റെ പേരും അങ്ങനെ ഉണ്ടാവും. ഞാൻ ഒരു കല്ലെടുത്ത് ബുക്ക് ചെയ്ത് ഞാൻ വന്ന് വീഴുന്നതെങ്കിലും ശബരിയുടെ തലയിലായി. അല്ല, അപ്പൊ എന്റെ പേരാ? ആ പേര് ലോകത്ത് നിനക്ക് മാത്രമേ ഉള്ളൂ. പാപ്പ പേരിട്ട് എങ്ങനെ അറിയാം? നല്ലൊരു ട്രിപ്പ് പോയിട്ടില്ല, നല്ലൊരു പോയി ഫുഡ് കഴിച്ചിട്ടില്ല, രാത്രി 9 മണിക്ക് വീട്ടിൽ കയറി, പ്രത്യേകിച്ച് ഒരു കലാവാസനയില്ല. സ്വപ്നം കാണാറുണ്ടോ? നീ 10 പഠിക്കുമ്പോ 10ലെ പരീക്ഷ നിനക്ക് 9 പഠിക്കുന്ന ഒരു പൈനൽ എഴുതുന്ന അതിന്റെ കാര്യം ഇതാണ്. ഇട എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര തിന്നാലുണ്ടല്ലേ തടിക്കത്തില്ല, അതാണ് അങ്ങനെ നിൽക്കുന്നു. അതൊരു പവറാണ്. പച്ചവെള്ളത്തിന്റെ അടുത്തുള്ള പേര് 5 കിലോ അതിലങ്ങ് പോകും. നീ എന്തൊന്നും പറയാത്ത? എനിക്ക് വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. എന്റെ ഉറ്റ തോഴന എല്ലാ പ്രദേശത്തിലും എന്റെ കൂടെ നിൽക്കും. ഒരാളെ ഞാൻ ജംഗ്ഷനിൽ വെച്ച് ഐ വാണ്ട ബി എ ബിഗ് മാൻ വൺ ഡേ എന്ന് പറഞ്ഞപ്പോ ഇവനൊഴിച്ച് ബാക്കി എല്ലാവരും ചിരിച്ചു. എന്താ ഇംഗ്ലീഷ് അറിയില്ല.